അങ്ങനെ കാത്തിരുന്ന് ഓണം എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ആയിട്ടുണ്ട്. പിള്ളേർ ഹാപ്പിയാണ്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണല്ലോ. പിള്ളേരെക്കാളും ഒരുപടി ഹാപ്പിയാണ് നമ്മൾ പാരൻസ് അല്ലേ. കാരണം എക്സാം കഴിയുമ്പോൾ എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെയാണ്. പിന്നെ നമുക്ക് കുറച്ച് ദിവസം ഒന്ന് പതുക്കെ എഴുന്നേറ്റാൽ മതി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ മൂത്ത ആൾക്ക് എന്തോ ഉച്ച കഴിഞ്ഞ് മാത്രമേ എക്സാം ഉള്ളൂ, ഇളയാൾക്ക് രാവിലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അവരുടെ കൂടെ പോയിട്ട് മൂത്തയാളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇളയാളെ പിക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓട്ടോ ടാക്സിയിലാണ് പോണത്. മാമാനോ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മാമ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ മാമ താഴെ എത്തിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വേഗം തന്നെ വണ്ടിയിൽ കയറി. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ രാവിലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മഴയായിരിക്കും എന്ന് ഓർത്തു. ഭാഗ്യത്തിന് നല്ല വെയിലുണ്ടായിരുന്നു. വെയിൽ മാത്രമല്ല, അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്ന അതേ സ്കൂളാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് സ്കൂളിലെ മെമ്മറീസും നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടമൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇതാണ് എൻ്റെ ഇളയ മോള്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അവളിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എക്സാമിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോഡ് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഓണം വൈബാണ്. എന്തൊരു കളർഫുള്ളാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്രയൊരു ഓണം ഫീൽ കിട്ടുന്നത്. വീട്ടിലിരിക്കുമ്പോൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ. സോ വെക്കേഷൻ ആയി.